നമസ്കാരം. അനിൽ പരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഡ്രീം ഫുൾഫില്ലിങ്ങിൻ്റെ ഭാഗമായുള്ള വിഷ്വലൈസേഷനാണ് തൊട്ടു മുൻപുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. എന്താണോ നമ്മൾ എന്തോസിയാസത്തോടുകൂടി, വളരെ പാഷനോടുകൂടി വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നത്, അത് യാഥാർത്ഥ്യമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം ആ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ കാണുന്നത് ആ കാഴ്ചകൾ മാത്രമായിരിക്കണം മനസ്സിൽ. അതാണ് പ്രധാനം. നമ്മൾ ഒരു കച്ചവടത്തിൽ വലിയ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതായിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതായിട്ടും നാൾക്ക് നാൾ നമ്മളുടെ ബിസിനസ് വ്യാപിച്ചു വരുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അങ്ങനെ തന്നെ കാണണം. അതിൽ മനസ്സ് മുഴുകണം, ചിന്തകൾ അതിൽ മാത്രമായി മുഴുകണം. അത്ര എളുപ്പമുള്ള കാര്യമല്ല, എങ്കിലും പരിശീലനം കൊണ്ട് സാധിക്കും. അതിനിടയിൽ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങൾ കയറി വരരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അതിനെന്താണ് വഴി? അതിന് നമ്മുടെ കോൺസെൻട്രേഷൻ ഷാർപ്പാക്കുക. ഒരേ സമയം നമ്മുടെ മനസ്സിൻ്റെ അറ്റൻഷൻ, മനസ്സിൻ്റെ ശ്രദ്ധ ഒരിടത്ത് മാത്രം പിടിച്ചു നിർത്താനുള്ള കഴിവ് ആർജിക്കുക. ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ മനസ്സിനെ ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മളെല്ലാം നേടി എന്ന് പറയാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എത്ര നിസ്സാരമാണ്. ഒരു സമയത്ത് മനസ്സിനെ ഒരു കാര്യത്തിൽ മാത്രം ഉറപ്പിച്ചു നിർത്തുക വളരെ നിസ്സാരമല്ലേ? ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന് സംശയിക്കുന്നവരുണ്ടാകും. അത് വലിയ കാര്യമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ ഒരു സമയമെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് നേരം എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് പിന്നെ അതങ്ങ് വിടുന്നത് കൊണ്ട് അർത്ഥമില്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 24 മിനിറ്റ് ആണ്. മെഡിറ്റേഷൻ്റെ ഏറ്റവും കുറഞ്ഞ സമയഖണ്ഡം, ടൈം പീസ് എന്ന് പറയുന്നത് 24 മിനിറ്റ് നേരമെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ മനസ്സുറപ്പിക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു മെഡിറ്റേഷൻ ചെയ്തു എന്ന് പറയാം. അപ്പം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യം എന്താണോ അതിൽ 24 മിനിറ്റ് നേരം മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം. അതിനുള്ള പ്രാക്ടീസാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരു നിശ്ചിത സമയം തിരഞ്ഞെടുക്കുക. ഒന്നുകിൽ ഒരു കസേരയിൽ അല്ലെങ്കിൽ തറയിൽ പത്മാസനമോ അല്ലെങ്കിൽ നല്ല വൃത്തിയായി ചമ്രം പടിഞ്ഞോ ഇരിക്കുക. അതുമല്ലെങ്കിൽ ഒരു കസേരയിൽ, ഏറ്റവും കംഫർട്ടായ ഒരു കസേരയിൽ നിശ്ചലമായിട്ട് ഇരിക്കുക. നമുക്ക് കഴിയുന്നത്ര സാവധാനം ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നമുക്ക് കഴിയുന്നത്ര സാവധാനത്തിൽ ഒരു ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. അങ്ങനെ ഉള്ളിലേക്കെടുത്ത ശ്വാസം ഒരു നിമിഷ നേരം ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. ഉള്ളിൽ തങ്ങി നിർത്തണം. അതിനുശേഷം സാവധാനം ആ ശ്വാസം ഏറെക്കുറെ അതേ അളവ് കൊണ്ട് തന്നെ പുറത്തേക്ക് വിടണം. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് ഒരു നിമിഷം ഹോൾഡ് ചെയ്യുന്നു. അതേ അളവിൽ ഒരു ദീർഘശ്വാസം പുറത്തേക്ക്. തുടക്കത്തിൽ ഈ അളവ് കൃത്യമാക്കാൻ പറ്റണമെന്നില്ല, എന്നാൽ പിന്നീടത് പതുക്കെ പതുക്കെ ശരിയാകും. എത്ര നിമിഷം കൊണ്ടാണോ ഒരു ദീർഘശ്വാസം എടുത്തത്
അത്രയും നിമിഷം കൊണ്ട് തന്നെ ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിടാൻ നമുക്ക് കഴിയും. അത് പരിശീലനത്തിൽ നമുക്ക് നേടാം. ഒരു ദീർഘശ്വാസം ഉള്ളിലോട്ട് ഒരു നിമിഷം അത് ഉള്ളിൽ തങ്ങി നിർത്തുന്നു. തുടർന്നത് അതേ അളവിൽ പുറത്തേക്ക്. വീണ്ടും ഈ സ്റ്റെപ്പ് ആവർത്തിക്കുക. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക്, ആ ശ്വാസം അവിടെ തങ്ങി നിർത്തുന്നു. പിന്നീട് അതേ അളവിൽ പുറത്തേക്ക്. വീണ്ടും ആവർത്തിക്കുക. ഇങ്ങനെ 12 പ്രാവശ്യം ഈ സ്റ്റെപ്പുകൾ ആവർത്തിക്കണം. 12 പ്രാവശ്യം ഈ സ്റ്റെപ്പുകൾ ആവർത്തിച്ചതിന് ശേഷം, അത് 12 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഭാഗികമായി നമ്മളൊരു ട്രാൻസ് സ്റ്റേറ്റിലെത്തും. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ മറന്ന് ഒരു ലയം പ്രാപിക്കുന്ന സ്റ്റേറ്റിലെത്തും. ഒറ്റയടിക്ക് ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ദിവസം അങ്ങനെ എത്തുമെന്നല്ല. കുറേ ദിവസം നമ്മൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിശ്ചയമായും നമ്മളൊരു പ്രത്യേക ട്രാൻസ് സ്റ്റേറ്റിലെത്തും. ആ സ്റ്റേറ്റിലെത്തി 12 തവണ ഈ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വിഷ്വലൈസേഷൻ ആരംഭിക്കാം. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആഗ്രഹം എന്താണോ അത് മനക്കണ്ണിൽ കാണുക, നന്നായി സങ്കല്പിക്കുക. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഈ ശ്വസന വ്യായാമം ദിവസങ്ങളോളം തുടർച്ചയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിൽ സങ്കല്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമായി തീരും. അത് ആദ്യം 1 മിനിറ്റ്, പിന്നെ 2 മിനിറ്റ്, പിന്നെ 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്, ഇങ്ങനെ നമ്മുടെ മനക്കണ്ണിലെ കാഴ്ചയുടെ ദൈർഘ്യം, അതിൻ്റെ സമയം അല്പാൽപമായിട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. വളരെ ക്ഷമയോടുകൂടി ഇത് പ്രാക്ടീസ് ചെയ്യുക. 24 മിനിറ്റ് നേരം ഇടതടവില്ലാതെ സുനിശ്ചിതമായിട്ട് നമുക്ക് നമ്മുടെ കാര്യം മനക്കണ്ണിൽ കാണാൻ കഴിയുന്ന ആ ഒരു നിലയിൽ എത്തണം ഈ പ്രാക്ടീസ്. ചിലർക്കത് ഏതാനും ആഴ്ചകൾ കൊണ്ട് സാധിക്കും, ചിലർക്ക് മാസങ്ങളെടുക്കും. അത് ഒരു വ്യക്തി എത്രത്തോളം എഫർട്ട് എടുക്കുന്നു, ഒരു വ്യക്തിയുടെ ആന്തരിക മാനസിക അവസ്ഥ എത്രത്തോളം ശാന്തമാണ് എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഒരു കാര്യം ഉറപ്പു തരാം, വരാനിരിക്കുന്ന മാസങ്ങളിൽ നമ്മൾ ആരംഭിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കുകയും തുടർന്ന് ഞാൻ നടത്തുവാൻ പോകുന്ന ഓഫ്ലൈൻ ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം എന്ത് തന്നെയായാലും നിങ്ങളെ അതിലേക്ക് എത്തിക്കുന്നതിനുള്ള വളരെ ഫലപ്രദമായ പരിശീലനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതും ആ പരിശീലനത്തിൽ നിങ്ങളെ വിജയിക്കുന്നതിന് പ്രാപ്തമാക്കുന്നതും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതുമായിരിക്കും. അതിന് ഉള്ള മുൻകൂർ തയ്യാറെടുപ്പായിട്ട് ഇപ്പോൾ പറയുന്ന ഈ പ്രാക്ടീസ് കൃത്യമായിട്ട് ചെയ്തു പോരുക. നന്ദി, നമസ്കാരം.